ഹേമ, മൈ ഡിയർ ഡോട്ടർ ലോ, ഡു യു നോ വൺ തിങ്? ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതുപോലെ ആസ്വദിച്ച് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് നിന്റെ മാമിയാരാ. ഐ മീൻ യുവർ മദറിലോ. അന്നപൂർണ ആലീസായി മാറിയപ്പോ ടേസ്റ്റും മാറി. ആൽഫ്രഡ് എന്തിനാ എന്നെ പറ്റി മാത്രം പറയുന്നത്? മാംസം കഴിക്കാത്ത എത്ര ബ്രാഹ്മണന്മാരുണ്ടാവും നമ്മുടെ നാട്ടിൽ? ரொம்ப കമ്മി. அண்ணே, என்னை பொறுத்த வரைக்கும் வெஜிடேரியனும் நான் வெஜிடேரியனும் ஒரே மாதிரி. ப்ரிப்பரேஷன் நல்லா இருக்கணும், அவ்வளவுதான். You take some more chicken, darling. கொஞ்சம் போதும். Take this piece. என்ன அன்பு. ഇത്ര നല്ല ചിക്കൻ കഴിച്ചിട്ട് എത്ര നാളായി. താങ്ക് യു ഹേമ, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഡിന്നർ. ബാലു ഈസ് ലക്കി. എത്ര നല്ലൊരു വൈഫിനെ അവന് കിട്ടിയത്. ആൽഫ്രഡ്, ബാലു ആകെ ക്ഷോഭിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ അവനുമായിട്ട് കൂടുതൽ ക്ലോസ് ആവാൻ നോക്കണ്ട. അവനുമായിട്ട് ഞാൻ ഡീൽ ചെയ്തോളാം. ആ, വിശാലാക്ഷിയാണ് അവനെ വളർത്തിയതെങ്കിലും പ്രസവിച്ചത് ഞാനല്ലേ. ബാലുവണ്ണൻ ഇവിടെ ബ്രദറും സിസ്റ്ററും ഒന്നും ഇല്ലല്ലോ. മമ്മിയുടെ ഫസ്റ്റ് മാരേജിൽ ബാലുവണ്ണൻ ഒരാളല്ലേ ഉള്ളൂ. സോ ഐ ഹാവ് എവറി റൈറ്റ് ടു ഡിക്ലെയർ ദാറ്റ് ഐ ആം ഹിസ് ഓൺലി സിസ്റ്റർ. Exactly. എന്തിനാ മോളെ ബാലു നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോയത്? ആ സമയത്ത് തന്നെ ഞങ്ങളിവിടെ വന്ന് കയറിയത് ഒരു തരത്തിൽ നിനക്ക് രക്ഷയായി. മുൻകോപം വരുമ്പോൾ ബാലു അങ്ങനെയൊക്കെ പെരുമാറും. ഭാര്യ ഭർത്താക്കന്മാരായ വല്ലപ്പോഴൊക്കെ തമ്മിൽ കലഹിച്ചെന്നിരിക്കും, അതുപോലെ ഇണങ്ങുകയും ചെയ്യും. വെരി ട്രൂ. വി ആൾസോ ഫൈറ്റ് ഡെയിലി. അല്ലേ ആലീസ്? നിന്റെ മുൻകോപമാ ബാലുവിന് കിട്ടിയിരിക്കുന്നത്. ബാലുവിൻ്റെ ഡാഡി, ഐ മീൻ യുവർ ഫസ്റ്റ് ഹസ്ബൻഡ്, ഒരു പീസ് ലവിങ് മാൻ ആയിരുന്നില്ലേ? ബാലു എത്തിക്കഴിഞ്ഞു. അവൻ എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു അക്ഷരം എതിര് പറയും. വി ആർ ലൈക്ക് റെഫ്യൂജീസ്. അഭയാർത്ഥികൾക്ക് അവകാശങ്ങളില്ല. കറക്റ്റ്? ക്ലോസ് യുവർ മൗത്ത് ഐ സേ. ഓക്കെ ഓക്കെ ഓക്കെ. നീ പോയൂല, അവരെ പറഞ്ഞതുമില്ല. ഞാൻ എങ്ങോട്ട് പോവും? ബാലുവിന്റെ ശത്രുവായി കഴിഞ്ഞ എൻ്റെ അണ്ണന്റെ വീട്ടിലേക്കോ? ബാലുവിന്റെ ശത്രു എൻ്റെ ശത്രുവാണ്. നിർബന്ധമാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം. പക്ഷേ അത് ബാലുവിന്റെ അമ്മ വന്ന് കയറിയ സമയത്ത് തന്നെ വേണോ? അമ്മ പോലും അമ്മ. പ്രസവിച്ച കുഞ്ഞിനെ എച്ചിത്തൊട്ടിലേക്ക് വലിച്ചെറിയുന്ന അമ്മ. എന്നെ പ്രസവിച്ച സ്ത്രീയേക്കാൾ എത്ര ഭേദമാണ്. ബാലു പ്ലീസ്, അവരാഹാരം കഴിക്കാണ്. ഇപ്പോൾ ഒന്നും അവരോട് പറയരുത്. മറ്റൊരു ഗതിയില്ലാത്തത് കൊണ്ട് അവരിവിടെ വന്നത്. ഭക്ഷണം കഴിച്ച് ഒരു രാത്രിയെങ്കിലും അവരിവിടെ ഉറങ്ങട്ടെ. ഈ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടണമെന്ന് തന്നെയാണ് ബാലുവിന്റെ തീരുമാനമെങ്കിൽ അത് നാളെ ആവാലോ. ബാലുവിന്റെ നിർബന്ധമാണെങ്കിൽ അവർ പോകുന്നതിന് പിന്നാലെ ഞാനും ഇറങ്ങിത്തരാം. പക്ഷേ ഇനി ഞാൻ അണ്ണൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യം ആലോചിക്കണ്ട. ഒരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കും. നേരം വെളുക്കുമ്പോ ഒരെണ്ണത്തിനെ അവിടെ കണ്ടുപോകരുത്. ഒരു രാത്രി, ഒരേ ഒരു രാത്രി മാത്രം. അതുപോലും നിങ്ങൾ അർഹിക്കുന്നില്ല കേട്ടോ, മിസ്സസ് ആലീസ് ആൽഫ്രഡ്. Never mind. Come on.
എന്താ മധുവിധ രാത്രിയൊന്നും അല്ലല്ലോ. യു ബെറ്റർ സ്ലീപ്പ് ഇൻ ദ അനദർ റൂം. എനിക്ക് സ്വസ്ഥത വേണം. ഞാൻ ഒഴിഞ്ഞു തന്നാലേ ബാലുവിന് സ്വസ്ഥത കിട്ടുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് പോകും. പക്ഷേ എനിക്ക് അല്പം സാവകാശം തരണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അണ്ണൻ താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ തയ്യാറല്ല. അണ്ണനും അനിയത്തിയും ചേർന്ന് ഭാവി പരിപാടികളുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കാണുമെന്ന് എനിക്കറിയാം. ബാലു, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന തെറ്റ് ശരിയാവോ? വിവാഹത്തിന് മുമ്പുള്ള ഹേമയ്ക്ക് സർവസ്വവും രാകേഷ് എന്ന അവളുടെ അണ്ണനായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം എൻ്റെ കാഴ്ചപ്പാടിൽ സാരമായ മാറ്റം വന്നു. ഇന്ന് എനിക്ക് ഏറ്റവും വലുത് ബാലുവാണ്, എൻ്റെ ഭർത്താവ്. എൻ്റെ അണ്ണനോട് എനിക്ക് സ്നേഹമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അണ്ണനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കിപ്പോൾ എൻ്റെ ലോകമേ ബാലുവാണ്. ആ കൊള്ളാം, ഒരഭിനവ പതിവ്രത. സാവിത്രിയും സീതയും ശീലാവതിയും ഒക്കെ തോറ്റുപോവും. ദാ താഴെ വന്നിരിക്കുന്നു പ്രായം ചെന്ന മറ്റൊരു പതിവ്രതാരത്നം, അന്നപൂർണ എന്ന ആലീസ്. ബാലു, ആ സ്ത്രീ ബാലുവിൻ്റെ പെറ്റമ്മയാണ്. എത്ര ദുഷ്ടയാണെങ്കിലും അവരുടെ ഗർഭപാത്രം വഴിയാ ബാലു ഭൂമിയിലേക്ക് വന്നത്. മുഖത്തോട് മുഖം കണ്ടപ്പോൾ തന്നെ പറയാവുന്നതെല്ലാം ബാലു അവരോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? 32 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയ തെറ്റ് ഇനി ആ സ്ത്രീക്ക് തിരുത്താൻ പറ്റുമോ? പട്ടിണി സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാ അമ്മ മകനെ കാണാൻ ഇറങ്ങി തിരിച്ചത്. ആ കുടുംബം ആർത്തിയോടെ ആഹാരം കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവര് ബാലുവിൻ്റെ സ്വന്തം അമ്മയാണ്. അഭയം തേടി വന്ന് അവരെ ഇറക്കി വിടരുത്. പിന്നെ ഞാനെന്ത് ചെയ്യണം? ഈ വീട്ടിൽ അവരെ താമസിപ്പിക്കണോ? ആ വൃത്തികെട്ട കിഴവനെ ഡാഡി എന്ന് വിളിക്കണോ? മുറി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ തെറിച്ച പെണ്ണിനെ സ്വന്തം അനുജത്തിയായിട്ട് സ്വീകരിക്കണോ? കരിങ്കുരങ്ങനെ പോലെ ഒരിടത്ത് നിലയുറപ്പിക്കാതെ ചാടിത്തുള്ളി നടക്കുന്ന ആ തമിഴൻ ചെറുക്കനെ അളിയനായി അംഗീകരിച്ച് ആലിംഗനം ചെയ്യണോ? ഒന്നും വേണ്ട, പക്ഷേ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവരെവിടെ താമസിപ്പിക്കണം. സാധ്യമല്ല. സാധ്യമാകണം. അത് കഴിഞ്ഞ് ബാലുവിന് ഇഷ്ടമുള്ള ഒരു തുക ആ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കണം. അവര് പൊയ്ക്കോളും. അവര് പോകുന്നത് വരെ ബാലുവിൻ്റെ ബെഡ്റൂം ഷെയർ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ബാലുവിന് എന്നോട് അകൽച്ച തോന്നുന്നെങ്കിൽ തന്നെ ഇപ്പം അവരതറിയണ്ട. വരൂ, സമയം വളരെയായി, ഊണ് കഴിക്കാം. എനിക്ക് വിശപ്പില്ല. ശരി, എങ്കിൽ ഞാനും കഴിക്കുന്നില്ല. വേണ്ട, അത്തരം കൺസിഡറേഷൻ ഒന്നും വേണ്ട. നീ പോയി ഊണ് കഴിക്കേ. അമ്മായി അമ്മ മരുമകൾക്ക് വിളമ്പിത്തരും. ഹേമേ, എന്നോട് സത്യം പറയണം. ആ വൃത്തികെട്ട സ്ത്രീയെ കുടുംബസമേതം ഇങ്ങോട്ട് അയച്ചത് നിന്റെ അണ്ണൻ രാകേഷാണോ? അതോ നിനക്കിവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ നീയും നിന്റെ അണ്ണനും ചേർന്ന് നടത്തുന്ന പദ്ധതിയോ? ബാലു, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ ഒരു അതിരുണ്ട്. ഒരുപക്ഷെ നാളെ നമ്മൾ തമ്മിൽ പിരിഞ്ഞേക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ബാലുവിന്റെ ഭാര്യയാണ്. എനിക്ക് എന്റേതായ കടമകളും അവകാശങ്ങളും ഉണ്ട്. ബാലു അത് നിഷേധിക്കരുത്. എന്റെ പെറ്റമ്മ എന്ന അവകാശത്തിന്റെ പേരിൽ മാത്രം ഇവിടെ വന്ന് കയറിയ ആ സ്ത്രീയോട് ഞാൻ കാണിക്കാത്ത സൗമനസ്യം നീ എന്തിനു കാണിക്കുന്നു? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്. അവര് കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ബാലുവിന് 3 മാസം മാത്രമായിരുന്നു പ്രായം. ഒരു ഭാര്യ എന്ന നിലയിൽ അവർ സംതൃപ്തയായിരുന്നു. ഒരു സ്ത്രീക്ക് ന്യായമായി ലഭിക്കേണ്ട സ്വാതന്ത്ര്യവും സംരക്ഷണവും ഭർത്താവിൽ നിന്നും അവർക്ക് കിട്ടിയിരുന്നോ? ഇതൊന്നും ബാലുവിന് അറിയില്ലല്ലോ. ഞാൻ കുഞ്ഞായിരുന്നപ്പം എന്നെ അച്ഛനെ ഉപേക്ഷിച്ച് ഓടിപ്പോയ സ്ത്രീ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല. എനിക്കൊരമ്മയേ ഉള്ളൂ, അത് വിശാലാക്ഷി അമ്മളാണ്. ഈ വീടും കമ്പനിയും അവശേഷിക്കുന്ന മറ്റ് സ്വത്തുക്കളും അവരുടേതാണ്. അവരുടെ മകനായതുകൊണ്ട് മാത്രം ഞാൻ ഈ സ്വത്തുക്കൾ അനുഭവിക്കുന്നു. വേറൊരമ്മ എനിക്കില്ല, ഉണ്ടാവുകയുമില്ല. വളരെ വൈകിപ്പോയി ബാലു. ഈ ബോധോദയം കുറെ കൂടെ നേരത്തെ ഉണ്ടാവണമായിരുന്നു. എങ്കിൽ ബാലുവിന് എന്റെ അണ്ണന് തീർത്ത കെണിയിൽപ്പെട്ട് എന്നെ വിവാഹം ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ത്യാഗുവിനെ പോലുള്ള സെൽഫിഷ് ഫ്രണ്ട്സ് ബാലുവിന്റെ വഴി തെറ്റിക്കുമായിരുന്നില്ല. കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സ് എന്ന കമ്പനി ഇന്നത്തെ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല.
അതുകൊണ്ട് തെറ്റുകളുടെ പരമ്പര ആരംഭിച്ചത് സ്വന്തം മനസ്സിൽ നിന്നായിരുന്നു എന്ന സത്യം ബാലു അറിയണം. നല്ലവളായാലും കെട്ടവളായാലും പെറ്റമ്മ പെറ്റമ്മ തന്നെയാണ്. ബാലു അംഗീകരിച്ചാലും നിഷേധിച്ചാലും ബാലുവിന് 2 അമ്മമാരുണ്ട്. പെറ്റമ്മയായ അന്നപൂർണയും വളർത്തമ്മയായ വിശാലാക്ഷി അമ്മാളും. I feel sleepy. Where is my sister-in-law? എവിടെയാണ് നമ്മുടെ ബെഡ്റൂം? ബെഡ്റൂം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ കിടന്നുറങ്ങാലോ. ദിസ് ഈസ് എ വെരി ബിഗ് ഹൗസ്. കൊല്ലം തങ്കശ്ശേരിയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ വെച്ച വീട് ഇതിലും വലുതായിരുന്നു. There were 4 bedrooms. മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലാണ് ഞാനും മമ്മിയും കിടന്നിരുന്നത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കടല് കാണാം. An enchanting view. Stop your bluffing. എല്ലാം നശിപ്പിച്ചതിന് ശേഷം എന്തിനാ ആൽഫ്രഡ് ഇങ്ങനെ കള്ളക്കഥകൾ പറയുന്നത്? ഐ ബിലീവ് യു ബട്ട് യു ഡോണ്ട് ബിലീവ് മീ. അതാണ് നമ്മുടെ മാരേജ് ലൈഫിന്റെ എസൻസ്. മാരീഡ് ലൈഫ് കടലിൻ്റെയും രത്നങ്ങളുടെയും കള്ളക്കഥകൾ പറഞ്ഞ് എന്നെ കബളിപ്പിച്ച ബെഗർ. കണ്ടില്ലേ ഈ വീട്? എൻ്റെ മകൻ്റെ സൗന്ദര്യവും പേഴ്സണാലിറ്റിയും കണ്ടോ? ബാലുവിൻ്റെ അമ്മയായി ഈ വലിയ വീട്ടിൽ മഹാറാണിയെ പോലെ കഴിയേണ്ടവളാ ഞാൻ. ഈ തെണ്ടിയെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി എൻ്റെ ജീവിതം എങ്ങനെയായി? മമ്മി, നോ മോർ കമന്റ്സ്. എന്റെ ഡാഡിയെ ബെഗർ എന്ന് വിളിക്കരുത്. ഇഫ് ഹി ഈസ് എ ബെഗർ, യു ആർ ഓൾസോ ബെഗർ. അവർ ഈസ് എ ബെഗേഴ്സ് ഫാമിലി. വരൂ, ഞാൻ നിങ്ങൾക്ക് ബെഡ്റൂം കാണിച്ചു തരാം. താങ്ക് യു ഹേമ. അല്ല, റീത്തയുടെ ഹസ്ബൻഡ് എവിടെ? മുറ്റത്ത് നിന്ന് നൈറ്റ് എഫക്റ്റിൽ വീടിന്റെ ഭംഗി കാണുക അൻപ്. തമിഴ് സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് അൻപിന്റെ മോഹം. ഹി സിംഗ്സ് ആൻഡ് കമ്പോസേഴ്സ് വെരി വെൽ. ആ, റീത്ത പോയി അൻപഴകനെ കൂട്ടിക്കൊണ്ട് വരൂ. വരൂ പ്ലീസ്. താങ്ക് യു. വരൂ. ആലീസ്, എന്ത് തന്നെ വന്നാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകരുത്. ഇത്രയും കംഫർട്ട്സ് നമുക്ക് മറ്റെവിടെ കിട്ടും? ഗുഡ് ഫുഡ്, ഗുഡ് സ്ലീപ്പ്. ഈ ഏജിൽ നമുക്ക് വേറെ എന്താ വേണ്ടത്? ഈ കംഫർട്ട്സ് നിങ്ങളായിട്ട് എനിക്ക് നേടിത്തരേണ്ടതാ, അല്ലാതെ ഞാൻ സ്വന്തം മകൻ്റെ മുമ്പിൽ വന്ന് എരന്ന് വാങ്ങേണ്ടതല്ല. എത്ര നികൃഷ്ടമായ രീതിയിൽ അവൻ എന്നോട് സംസാരിച്ചത്. ഞാൻ അവൻ്റെ അമ്മയായി തന്നെ ജീവിച്ചിരുന്നെങ്കിൽ അവൻ എന്നെ മഹാലക്ഷ്മിയായി കരുതിയേനെ. ആലീസ്, ഡോണ്ട് ഇമാജിൻ അൺനെസസറി തിങ്സ്. നീ നിന്റെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഇന്നത്തെ സ്ഥിതി ഇതിലും മോശമായിരുന്നേനെ. ബാലസുബ്രഹ്മണ്യത്തിന് 5 വയസ്സുള്ളപ്പോഴേ നിന്റെ ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചില്ലേ? അന്ന് അയാൾ റിച്ച് ആയിരുന്നോ? നോ, നെവർ. വിശാലാക്ഷി അമ്മാളെന്ന സ്ത്രീയുടെ സ്വത്താണ് ഈ കാണുന്നതൊക്കെ. ബാലുവിൻ്റെ ഭാഗ്യം അവനവരെ വളർത്തമ്മയായി കിട്ടി. ഷീസ് എ ഗ്രേറ്റ് ലേഡി. ഓ, ഗ്രേറ്റ് ലേഡി. എന്നിട്ടിപ്പോൾ അവരെവിടെ? അവരെനി തിരിച്ചു വരാനേ സാധ്യതയില്ലെന്നല്ലേ ആ ഗൗണ്ടർ നമ്മളോട് പറഞ്ഞത്? എൻ്റെ ഭാഗ്യദോഷം. അന്ന് ഞാൻ അടങ്ങി ഒതുങ്ങി ബാലുവിൻ്റെ അപ്പാവുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചപ്പോൾ ബിസിനസ് എനിക്ക് നടത്താമായിരുന്നു. ബിസിനസ് നിന്ന് മാത്രമേ ഇങ്ങനെ പണം ലഭിക്കൂ. യു ആർ നോട്ട് കേപ്പബിൾ ടു ഡു ഇറ്റ്. ടെമ്പർ ലൂസ് ചെയ്യുന്ന സ്വഭാവമുള്ള ആലീസ് ഹസ്ബൻഡിൻ്റെ ബിസിനസ് ഏറ്റെടുത്തിരുന്നെങ്കിൽ അത് പൊളിഞ്ഞ് പാളീസായേനെ. 5 വയസ്സുള്ള മകനുമായി എൻ്റെ ഡാർലിംഗ് തെരുവിൽ നിന്നേനെ. ഡാഡി മമ്മി ഇവിടെയും കുരൽ കണ്ടിന്യൂ ചെയ്യാണ്. ലിസൺ. அவங்க சங்கப்படுத்தும் நமக்கு என்ன? You always underrate me. I will show you who I am. നന്ദി കെട്ടവൻ, ശവം. Stop it! It's enough. വായ മൂടി. ഇത് റെയിൽവേ കോളനി അല്ല, മാന്യതയുള്ള വീടാ. ആ മാന്യത എൻ്റെ രക്തത്തിൽ നിന്നും വന്നതാ.
യു ആർ ഇൻ ദിസ് റൂം ബിക്കോസ് ഓഫ് മീ. എൻ തലയിലെഴുത്ത് പഴനിയാണ്ടവ, എല്ലാം ഏൻ തപ്പ് ഞാൻ അനുഭവിച്ചിട്ടാ ആവണം. ഗുരുവായൂരപ്പ, കൃഷ്ണ. Whenever you angry with me, you change your religion. That's not fair. Please pray like a good Christian lady. Oh Lord Jesus, please save me from my sins. Saint Jude പറയൂ, അപേക്ഷിക്കൂ. May the sacred heart of Jesus be adored, glorified, loved and preserved throughout the world, now and forever. Sacred Heart of Jesus, thy kingdom come. Saint Jude, the worker of miracles, pray for us. Saint Jude, helper of the hopeless, pray for us. ദിവസവും 9 പ്രാവശ്യം വീതം ഈ പ്രയർ ചൊല്ലി സെയിന്റ് ജൂഡിനോട് അപേക്ഷിച്ചാൽ ബാലസുബ്രഹ്മണ്യത്തിന്റെ മനസ്സ് മാറി ആലീസിനെ അമ്മയായും എന്നെ സ്റ്റെപ്പ് ഫാദറായും റീത്തയെ സ്റ്റെപ്പ് സിസ്റ്ററായും സ്വീകരിക്കും. ഡോണ്ട് കമ്പയർ. ഞാൻ എന്തായാലും അവൻ്റെ പെറ്റമ്മ തന്നെയാ. നിങ്ങളെ അവൻ ആക്സെപ്റ്റ് ചെയ്യാനാ പ്രയാസം. Alice, I remember our old nights, those romantic evenings. Those romantic evenings. കർത്താവേ,